ഞാൻ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ സ്നേഹത്തോടെ എൻ്റെ കുടുംബത്തെ ഓർക്കുകയാണ്. ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും 2 ചേട്ടന്മാരും ഒരു ചേച്ചി ഒരു അനീതിയാണ് എനിക്കുള്ളത്. ഞാനാണ് ആദ്യം ദൈവവിളി കെട്ടി കർമ്മലീത്ത സഭയിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ചേച്ചി FCCയിലേക്ക് പോയി. അതിനുശേഷം നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞനുജത്തിയും എന്നോടൊപ്പം കർമ്മലീത്ത സഭയിലേക്ക് കടന്നു വന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ എന്നോട് കൂടെ ആയിരിക്കുന്നത്. ടെർസിലിനെ വിഷയാൻ വേണ്ടി വന്നതാണ്. ടെർസിൻ്റെ ജൂബിലി കാണിച്ച് ഇത് എൻ്റെ വല്യമ്മയുടെ മോള്. ഞങ്ങൾ രണ്ടുപേരും ദൈവവിളി സ്വീകരിച്ച് ഒരുമിച്ച് തന്നെയാണോ വന്നത്? കോൺഗ്രിഗേഷൻ പറ. കോൺഗ്രിഗേഷൻ ഗ്ലാഡീസ് മിഷനിൽ കിടന്നിട്ട് അനിയത്തി സിസ്റ്റർ ആയിരുന്നു. ചാരിറ്റി കോൺഗ്രിഗേഷൻ. താങ്ക് യു. നിങ്ങൾ ജോയിൻ ചെയ്യും. ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥന എൻ്റെ ബാച്ചാണ് കേട്ടോ. വെരി ഗുഡ്. വീട്ടുകാർ എടുക്കാം. എല്ലാ ആശംസകളും. കൊടുക്ക. ചേച്ചിമാര് സമ്മാനം കൊടുക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൻ്റെ സന്തോഷം ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുടനീളം ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ചേച്ചിമാർ സമർപ്പിത ജീവിതത്തിലേക്ക് 2 പേര് വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ വരാൻ അവർ കൂടി മാതൃകയായിരുന്നു. അപ്പോൾ ഈ സ്നേഹത്തിനും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും അച്ഛൻ്റെയും ഒക്കെ ഈ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ആദ്യമായിട്ട് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ പെങ്ങളെ ജൂഡിറ്റിൻ്റെ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയതിന്. കുറച്ച് വർഷം മുമ്പ് ജോയലിൻ്റെ ജൂബിലി ആയിരുന്നു. ദൈവം എങ്ങനെയോ സിസ്റ്റർ പറഞ്ഞ മാതിരി നമ്മളിൽ നിന്ന് എന്നെ ആദ്യം വിളിച്ചു ഈ ഇങ്ങനെയുള്ളൊരു ജീവിത രംഗത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ജോയലും ജൂഡിറ്റും പിന്നെ അച്ഛൻ നമ്മുടെ ജെയ്സൺ അച്ഛനും ചെറുപ്പകാലത്ത് നമുക്ക് ജെയ്സൺ കണ്ടുപരിചയം കുറവായിരുന്നു. ജീവിതത്തിൽ പിന്നെ അപ്പനും അമ്മയ്ക്കായിട്ട് പരിചയപ്പെടുത്തിയും നമ്മളിന്ന് 4 പേര് ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സന്ദർഭം കിട്ടിയതും വളരെ സന്തോഷമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ജൂഡിത്തിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ്. എനിക്കും ജൂഡിത്തിനൊക്കെ പ്രചോദനം കിട്ടുന്നത് തീർച്ചയായിട്ടും കുഞ്ഞാങ്ങളയിൽ നിന്നാണ്. കുഞ്ഞാങ്ങള അന്ന് മുതലേ ഞങ്ങൾ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ കുഞ്ഞാങ്ങള വൈദികനാകാൻ പോയിട്ട് ആസാമിലാണ്, നോർത്ത് ഈസ്റ്റിലാണ് 2-3 വർഷം കൂടുമ്പോൾ വരുന്നു. അപ്പോൾ കുഞ്ഞാങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് തീർച്ചയായും പ്രചോദനവും അതിനുള്ള അനുഗ്രഹമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാത്തിനും ദൈവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റർ ജൂഡിറ്റ് എൻ്റെ ബന്ധുവാണ്. ഞാനും ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ അധികം കണ്ടു പരിചയമില്ല. പക്ഷെ അച്ഛനിലൂടെയാണ് സിസ്റ്റർമാരൊക്കെ എനിക്ക് അധികം പരിചയം. ഏറെക്കുറെ സിസ്റ്ററിൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഞാനും സെമിനാരി പ്രവേശനമൊക്കെ നടത്തിയത്. തിരുപ്പട്ടമൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടിരിക്കുന്നു. 25 വർഷം ഞാനും പൂർത്തിയാക്കി. അപ്പോൾ സിസ്റ്ററിൻ്റെ ജൂബിലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സിസ്റ്റർ ജൂഡിറ്റിനെ അനുഗ്രഹിക്കട്ടെ. അനേകം പേർക്ക് ദൈവവിളിക്ക് പ്രോത്സാഹനമാകട്ടെ. ജീവിതം ഒരു വൈദ്യ ശുശ്രൂഷ രംഗത്താണ് സേവനം ചെയ്യുക. ഒരുപാട് പേർക്ക് ഈശോയുടെ ആശ്വാസം സൗഖ്യം കൊടുക്കാനായിട്ട് നല്ല ഉപകരണമായിട്ട് ഈശോ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു. 5 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന നിങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ആ പ്രാർത്ഥനയും മാതൃകയും ഒക്കെയാണ് ശക്തിയായിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ജൂബിലി ഗ്രീറ്റിംഗ്സ് ഡിയർ ജൂഡിറ്റ്.
ഇങ്ങോട്ട് നോക്കിയൊക്കെ വരും നോക്കി. Congratulations to you. May the good God bless you. എല്ലാവരും ആയില്ലേ? God bless you. May the good God bless you, dear sister. May the good God bless you. അമ്മ കൊടുക്ക. അമ്മച്ചി കൊടുക്കാൻ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:14. കൊടുക്കാൻ. ദൈവം എൻ്റെ ഭവനത്തെ ഒരുപാട് ദൈവവിളി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. തലമുറകളായി ദൈവവിളി ദാനം ചെയ്തിരിക്കുന്ന ഒരു ഭവനമാണ് ഞങ്ങളുടേത്. അതിലൊത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. എന്നിരുന്നാൽ എൻ്റെ അമ്മയുടെ ഭവനത്തിൽ നിന്നും ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2 പേര് സിസ്റ്റേഴ്സുണ്ട്. ഒരാൾ AC, ഒരാൾ ഹോലി ഫാമിലി. പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ ഇളയപ്പന്മാർ, ഇളയമ്മമാർ, അമ്മായിമാരൊക്കെ ആയിട്ട് അവരുടെ മക്കള്, ഇളയപ്പൻ്റെ മക്കൾ ഒക്കെ ആയിട്ട് കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ 5 പേര് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഉണ്ട്. പെങ്ങന്മാർ 2 പേരുണ്ട്. ഒരാള് മിണ്ടാമടത്തിലാണ്, ഒരാള് CMC സിസ്റ്ററാണ്. ആ സിസ്റ്ററാണ് ഇവിടെ ആയിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ അമ്മച്ചിയുടെ ചേച്ചി ഹോളി ഫാമിലിയിലുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അമ്മച്ചിയുടെ ഇളയപ്പൻ്റെയും അമ്മായിയുടെയും മക്കളാണ് ഇവിടെ ഇരിക്കുന്ന 4 പേര്. ഒരാളും കൂടെ വരാനുണ്ട്. വല്യമ്മ ഒരാൾ AC-യിലുണ്ട്, ആൾ മരിച്ചു. മിണ്ടാമടത്തിലുള്ള എൻ്റെ അമ്മായി, അപ്പച്ചൻ്റെ പെങ്ങള്, ആളും മരിച്ചു. ഇത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നുള്ള സിസ്റ്ററാണ് സിസ്റ്റർ ലീപ്പോൾ. സിസ്റ്ററും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. സിസ്റ്റർ ഇപ്പോൾ എന്നെ കൂടെ മിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങൾ കല്യാൺ മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി മക്കളെയും ദൈവത്തിന് ദാനം നൽകാനായിട്ട് ദൈവവിളി നൽകി ദൈവം അനുഗ്രഹിച്ച ഭവനമാണ്. അതിലൊത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. ഇതെൻ്റെ കുടുംബാംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. എൻ്റെ ആങ്ങളമാരും അവരുടെ ഭാര്യമാരും, ചേച്ചി, അവരുടെ ഭർത്താവ്, അനിയത്തി, ഭർത്താവ്, അവരുടെ മക്കളെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല. അപ്പച്ചൻ മരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായ ഭവനമായി ഞാൻ നന്ദിപൂർവ്വം ഈ 25 വർഷം ആഘോഷിക്കുമ്പോൾ നന്ദി, ദൈവത്തിന് ഒരുപാട് നന്ദി.